പ്രകൃതി നിങ്ങൾക്കായി നൽകുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ അറിയാറുണ്ടോ? ഈ വിഷയത്തെയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. നേച്ചർ commands us to stay present, notice recurring patterns, accept what arises and flow with it. അഞ്ചാമത്തെ അധ്യായമാണ് മാനവജീവിത ഉദ്ദേശ്യം കണ്ടെത്തലും നിറവേറ്റലും. ഇതില് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രകൃതിയുടെ നിർദ്ദേശങ്ങൾ കേൾക്കൽ എന്ന ഒരു ഭാഗമാണ്. എന്താണ് പ്രകൃതി നമുക്കായി നൽകുന്ന നിർദ്ദേശങ്ങൾ? പ്രകൃതിയുടെ നിർദ്ദേശങ്ങൾ കേൾക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് സന്ദർഭങ്ങളോട് നാം പ്രതിനില കൊള്ളേണ്ടത്? നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജീവിതത്തിന്റെ ഉദ്ദേശ്യം എന്താണ്, അതില് ആ ഉദ്ദേശ്യം കണ്ടെത്താൻ നമ്മുടെ സ്ഥാനം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിന്റെ ഉദ്ദേശ്യം തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് ഈ ജീവിത ഉദ്ദേശ്യത്തെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രകൃതിയുടെ നിർദ്ദേശങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. ഈ പ്രകൃതിയുടെ നിർദ്ദേശം എന്നുള്ളത് എന്താണ്? ഈ പ്രകൃതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണോ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഉണ്ടാവുന്നത്? ഈ പ്രകൃതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ അനുഭവങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എവിടേക്കാണ് എത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും കേവല യാദർശികതയല്ല. പ്രകൃതി കൃത്യമായിട്ട് നമ്മളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രകൃതി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ നമ്മുടെ ജീവിതത്തിലൂടെ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ നിരന്തരം പല അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ അനുഭവങ്ങളെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ അറിയാറേയില്ല. പ്രകൃതി നമ്മളോട് സംവദിക്കുകയാണെന്ന് നമ്മൾ അറിയുന്നില്ല. അതാണ് അതിന്റെ പ്രശ്നം. നമ്മളിപ്പോ ഓരോ അനുഭവം ഉണ്ടാകുമ്പോഴും ഈ അനുഭവത്തിലൂടെ എന്നോട് പ്രകൃതി പറഞ്ഞതെന്താണ്, അല്ലെങ്കിൽ ഈശ്വരൻ പറഞ്ഞതെന്താണ് എന്ന് നമ്മളൊരു ചോദ്യം ചോദിച്ചു നോക്കൂ. അതിന്റെ ആന്തരാർത്ഥം നമ്മൾ അറിഞ്ഞു നോക്കൂ. ഈ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഈ ആധ്യാത്മിക പഠനങ്ങളുടെ, ആധ്യാത്മിക പാഠങ്ങൾ, ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അയ്യോ എന്ന് പറഞ്ഞ് ആകുലപ്പെടുന്നതിന് പകരം എന്തുകൊണ്ടായിരിക്കാം അത് വന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യവിചാരം നടത്താനുള്ള ശേഷി നമുക്കുണ്ടാകും എന്നുള്ളതാണ്. ആ ശേഷി നമുക്കുണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ദുഃഖമുണ്ടായി, ആഴത്തിലൊരു പതനം ഉണ്ടാകുമ്പോൾ നമ്മൾ അന്തിച്ചു പോകില്ല. പതനം ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. ആ പതനത്തിന്റെ സമയത്ത് നമ്മൾ എങ്ങനെ പ്രതിനില കൊള്ളണമെന്ന് നമുക്കറിയാം. അതിനനുസരിച്ച് പ്രതിനില കൊണ്ടാൽ മതി. കുറച്ച് കഴിയുമ്പോൾ ഇത് കടന്നു പോകും, ആ അവസ്ഥയും കടന്നു പോകും. ഇത് ആധ്യാത്മിക ബോധ്യമുള്ളവന്, ആധ്യാത്മിക പാഠങ്ങളിലൂടെ കടന്നുപോയവർക്കാണ് മനസ്സിലാവുക. അല്ലാത്തവർക്ക് ജീവിതത്തിൽ എപ്പോഴും ഇതെല്ലാം തന്നെ ആകസ്മികങ്ങളാണ്, വിസ്മയങ്ങളാണ്. ഇത് മനസ്സിലാക്കാൻ, ഇത് കേവല യാദർശികതയായിട്ട് സംഭവിക്കുന്നതല്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ അനുഭവത്തെ കാണാൻ നമുക്ക് കഴിയണം. ഈ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? അത് പ്രകൃതി നമ്മളോട് സംസാരിക്കുന്നതാണ്, നമ്മളോട് നിരന്തരം സംസാരിക്കുന്നു. ഇത് കേൾക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് കാര്യം. എങ്ങനെയാണ് ഈ പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്? നമുക്കറിയാം, പ്രകൃതി എന്ന് പറയുന്നത്, നമ്മളിപ്പോ പ്രകൃതി എന്ന് വിളിക്കുന്നത് സാധാരണ രീതിയിൽ കണ്ടുവരുന്ന പ്രകൃതി ദൃശ്യപ്രകൃതി, നമുക്ക് മുമ്പിൽ കാണുന്ന പ്രകൃതി. ഞാനും പ്രകൃതിയാണ്, ഞാൻ അതിന്റെ പാർട്ടാണ് എന്നതിരിക്കെ നമ്മൾ പ്രകൃതി എന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു ലോകത്തെ വെച്ചുകൊണ്ടാണ്. ആ പ്രകൃതി എന്ന് നമ്മൾ വിളിക്കുന്ന ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഉപരിവ്യവസ്ഥയാണ്. ഉപരിവ്യവസ്ഥ കൂടുകൾക്കകത്ത് കൂടുകളായി ക്രമീകരിച്ചിട്ടുള്ള ഈ സംവിധാനത്തിൽ ഞാൻ എന്നുള്ള അവസ്ഥ നിലനിൽക്കുന്ന കൂട്, അതിനെ ഞാൻ എന്റെ പരിസരമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ആ പരിസരമാണ് എന്റെ ഉപരിവ്യവസ്ഥ. ആ ഉപരിവ്യവസ്ഥ എന്നോട് സംവദിക്കുന്നത് ഏതു വിധമാണ്? നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട്. എന്റെ കൈയുടെ ആവശ്യങ്ങൾ, എന്റെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാനാണ് കൈയുണ്ടായിട്ടുള്ളത്. ശരീരം ഓരോ ആവശ്യങ്ങൾ മുൻപോട്ട് വയ്ക്കുമ്പോഴെല്ലാം കൈ അതിനനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ശരീരത്തിന്റെ ആവശ്യമാണ് കൈയുടെ ചലനം. അതെങ്ങനെ വേണമെന്ന് നിർണയിക്കുന്നത്, നിശ്ചയിക്കുന്നത് ശരീരമാണ്. അപ്പൊ ശരീരം കൈക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ശരീരത്തിന്റെ അകത്താണ് കൈ നിലനിൽക്കുന്നത്. അതുപോലെ ഞാൻ എന്നുള്ള നിലനിൽക്കുന്ന എന്റെ ഉപരിവ്യവസ്ഥയായ പ്രകൃതിയുടെ അകത്താണ്. ആ പ്രകൃതിയുടെ അകത്തുള്ള ഞാൻ
എന്ത് ചെയ്യണമെന്ന് നിരന്തരം പ്രകൃതി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുപയോഗിക്കുന്ന കാര്യങ്ങളാണ് സംഭവങ്ങൾ എന്ന് പറയുന്നത്. സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോ ഞാൻ മറിഞ്ഞു വീഴുന്നു എന്നുള്ളത് ഒരു സന്ദർഭമാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ വീണ് കിടക്കുന്ന ഒരു അവസ്ഥ അതൊരു സന്ദർഭമാണ്. അപ്പൊ ഈ വീഴുക എന്നുള്ളതിന്റെ ഓരോ ഘട്ടങ്ങളുണ്ട്. ഈ ഓരോ ഘട്ടങ്ങളാണ് സന്ദർഭം എന്ന് പറയുന്നത്. ഇപ്പൊ സംഭവം, സന്ദർഭം. സംഭവങ്ങൾ എന്നുള്ളത് സന്ദർഭങ്ങളെ ചേർന്നിട്ടാണ്. ഈ സംഭവങ്ങളും സന്ദർഭങ്ങളും വഴിയാണ് പ്രകൃതി നമ്മിലേക്ക് സംവേദനങ്ങൾ നടത്തുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ അനുഭവങ്ങളായിട്ട് രൂപപ്പെടുന്നത്, അല്ലെ? സംഭവങ്ങൾ, സന്ദർഭങ്ങൾ, ഇത് നമ്മുടെ അനുഭവങ്ങളായി രൂപപ്പെടുന്നു. ഇത് അനുഭവങ്ങളിലൂടെ അനുഭൂതികളിലൂടെ എല്ലാം നമ്മിലേക്ക് സന്ദർഭങ്ങളും സംഭവങ്ങളുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നവ നമ്മൾ അനുഭവങ്ങളായി സ്വീകരിക്കുന്ന സമയത്ത്, അത് ആവർത്തിച്ച് സംഭവിക്കുന്ന സമയത്ത് അത് നമ്മുടെ ഉള്ളിലെ പാറ്റേണുകളെ സൃഷ്ടിക്കും. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഉള്ളിലെ പാറ്റേണുകൾ നമ്മുടെ അനുഭവങ്ങളെ സൃഷ്ടിക്കും. ഈ ലോറി ഉണ്ടല്ലോ, ലോറിയുടെ വീല് കേടുവരുമ്പോ പൊക്കി വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വീല് പിടിച്ച് തിരിച്ചാൽ അതിന്റെ സെൻട്രൽ ആക്സിൽ കറങ്ങുന്നത് കാണാം. അപ്പൊ യന്ത്രം കറങ്ങും. ഇനി സാധാരണ ഓടുന്നൊരു വണ്ടിയിൽ എന്താണോ, യന്ത്രം കറങ്ങുമ്പോൾ വീല് കറങ്ങും, വീല് കറങ്ങുമ്പോൾ യന്ത്രം കറങ്ങും. ഇത് പരസ്പര ബന്ധിതങ്ങളാണ്. അതുപോലെ നമ്മുടെ അകത്തെ പാറ്റേണുകൾ എന്താണോ അതിനനുസരിച്ചാണ് പുറത്തെ പ്രതിഫലനങ്ങൾ ഉണ്ടാവുക. പുറത്തെ പ്രതിഫലനങ്ങൾ എന്താണോ അതിനകത്താണ് അകത്തെ പാറ്റേണുകൾ രൂപപ്പെടുക. അപ്പോ നമ്മുടെ മുന്നിൽ വരുന്ന അനുഭവങ്ങൾ സന്ദർഭങ്ങളുടെയും സംഭവങ്ങളുടെയും സന്ദർഭങ്ങളുടെ രൂപത്തിൽ വരുന്ന നമുക്ക് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങൾ, ഈ അനുഭവവേദ്യമാകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുമ്പ് കൂടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവയെല്ലാം നമ്മുടെ മുന്നിൽ വരുന്ന സന്ദർഭങ്ങളും സന്ദേശങ്ങളുമാണ്. ഈ സന്ദേശങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ സ്വഭാവവുമായി അനുരൂപപ്പെടുന്ന സമയത്താണ് അതിൽ നമുക്ക് സന്ദേശം ഉണ്ടാവുക. ഇപ്പൊ ചെരുപ്പ് കുത്തി പൂരത്തിന് പോയി കഴിഞ്ഞാൽ കാണുക ചെരുപ്പുകളെയാണ്. ചെരുപ്പുകൾ അണിഞ്ഞ സുന്ദരമായ പാദങ്ങളെ കാണും. പക്ഷെ ആ സുന്ദരികളെ കാണാൻ ഒരു പക്ഷെ അയാൾ ശ്രമിക്കാറില്ല. ഇവിടെ സുന്ദരി ഇല്ല എന്നല്ല അർത്ഥം. സുന്ദരി തന്റെ മുന്നിൽ കൂടെ കടന്നു പോകുമ്പോൾ സുന്ദരിയല്ല, സുന്ദരമായ പാദങ്ങളിലുള്ള സുന്ദരമായ പാതുകങ്ങളെയാണ് അയാൾ കാണുക. അപ്പൊ അതുപോലെ നമ്മുടെ മുന്നിലൂടെ സന്ദർഭങ്ങൾ കടന്നു പോകുമ്പോൾ, സന്ദേശങ്ങൾ കടന്നു പോകുമ്പോൾ അത് നമ്മുടെ സ്വഭാവവുമായിട്ട്, സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടായിട്ടുള്ളതാണ്, ആ ഉള്ള സ്വഭാവമായിട്ട് അനുരണനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമുക്കുള്ള സന്ദേശമുണ്ട്. നമ്മുടെ സ്വഭാവവുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിലാണ് അതിനകത്ത് നമുക്കുള്ള സന്ദേശം. മറ്റേത് സന്ദേശങ്ങളുണ്ട്, പക്ഷെ ആ സന്ദേശം കോമൺ ആയിട്ടുള്ളതാണ്. ഒരു നമ്മുടെ അന്തരീക്ഷത്തിലെങ്ങാനും ലോകത്തുള്ള എല്ലാ റേഡിയോ സ്റ്റേഷനുകളിലെയും വേവുകളുണ്ട്. അതിൽ നിന്നും നമുക്ക് വേണ്ടുന്ന ഫ്രീക്വൻസിയെ മാത്രം നമ്മുടെ ഉപകരണം ഉപയോഗിച്ച് അതിന്റെ ടാങ്ക് സർക്യൂട്ട് ട്യൂൺ ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ ഡിറ്റക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കുള്ള സന്ദേശം കിട്ടും. ഇതുപോലെ നമ്മുടെ സ്വഭാവം വെച്ച് നമ്മുടെ മുന്നിലൂടെ വരുന്ന സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും ഡീകോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കും. ഇത് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജീവിതാനുഭവങ്ങളുടെ സന്ദർഭം, സംഭവം എന്നിവയിലൂടെ കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങൾ, ഈ ജീവിതാനുഭവങ്ങൾക്ക് സൂക്ഷ്മമായി സാക്ഷിയാവുക, വളരെ സൂക്ഷ്മമായി തന്നെ സാക്ഷിയാവുക. ജീവിതത്തിൽ കടന്നു പോകുന്ന കാര്യങ്ങൾ കടന്നു പോകണം, കടത്തിവിടണം, ശരിയാണ്. പക്ഷെ വർത്തമാനത്തിൽ അത് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതെന്താണ് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞത് പോയി കഴിഞ്ഞതാണ്, കഴിഞ്ഞു. വരാനുള്ളത് വരാൻ പോണേ ഉള്ളൂ. അതിലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോ ഇപ്പോഴത്തെ സന്ദർഭം ഉണ്ടല്ലോ, ആ സന്ദർഭത്തിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ, ഇപ്പോഴുള്ള നിമിഷത്തിൽ നമ്മൾ നിലകൊള്ളുക. ഇപ്പോഴുള്ള നിമിഷത്തിൽ നിലകൊള്ളുന്ന സമയത്ത് നമുക്ക് ആ സന്ദേശം അറിയാൻ തുടങ്ങും. ഇതിലൊരിക്കലും നമ്മൾ മറ്റേ ഓർമ്മകളിൽ കഴിഞ്ഞുപോയവയെ നമ്മൾ ഒരിക്കലും ആശ്രയിക്കരുത്. കഴിഞ്ഞുപോയവ കഴിഞ്ഞവയാണ്. കഴിഞ്ഞുപോയവയെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത് വീണ്ടും ഒരിക്കൽ അത് അത്തരം സന്ദർഭം വരുമ്പോൾ വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതൊരു ഫെസിലിറ്റിയാണ്, നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ഒരു ഫാക്കൽറ്റിയാണ്, ഒരു ഫെസിലിറ്റിയാണ് ഈ ഓർമ്മകളെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വർക്ക്, ഈ ലീസ്റ്റ് എഫേർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ലീസ്റ്റ് എഫേർട്ട് പ്രകാരം നമ്മുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ പ്രാവശ്യവും അനുഭവിക്കുക എന്നുള്ള അവസ്ഥയെ മാറ്റിയിട്ട് ഇതിന് മുമ്പ് അനുഭവിച്ചതിനെ വെച്ചിട്ട് പെട്ടെന്ന് വിശകലനം ചെയ്യാനുള്ള ഒരു ഫാക്കൽറ്റി നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ ആ ഓർമ്മയെ മാത്രം ആശ്രയിച്ചാലോ?
നമ്മളിപ്പോ ഒരു വഴിക്ക് പോകുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ദിശ അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നമുക്ക് ആന്റിസിപ്പേഷൻസ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്, പ്രത്യാശകൾ, പ്രതീക്ഷകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രതീക്ഷയിൽ മാത്രം ജീവിച്ചാലോ? ഈ രണ്ട് സന്ദർഭങ്ങളിലും, അത് ഓർമ്മകളിൽ മാത്രം ജീവിക്കുമ്പോഴും പ്രത്യാശകളിൽ മാത്രം ജീവിക്കുന്ന സമയത്തും നമ്മൾ വർത്തമാന കാലവുമായിട്ട് നേർബന്ധമില്ലാതെ പോകും. ഇല്ലേ? ഇത് രണ്ടും സ്വപ്നാടനങ്ങളാണ്. ഇല്ലേ? ഭൂതകാല സ്മൃതികളും അതായത് ഗതസ്മൃതികളും ആഗതസ്മൃതികളും. ഗതസ്മൃതി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഓർമ്മകളാണ്. ആഗതസ്മൃതി എന്ന് വെച്ചാൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളാണ്. അപ്പോ ഗതസ്മൃതിയും ആഗതസ്മൃതിയും, ഈ രണ്ട് സ്മൃതികളിലും ആണ് നമ്മൾ ജീവിക്കുന്നത്, വർത്തമാനകാലത്തിലല്ല. വർത്തമാനകാലത്തെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, വിറ്റ്നസ് ചെയ്തു കഴിഞ്ഞാൽ, അത് യഥാർത്ഥ അനുഭവത്തെ നമ്മിലേക്ക് കൊണ്ടുതരും. ഈ യഥാർത്ഥ അനുഭവമാണ് പ്രകൃതി ഇപ്പോൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ട് പറഞ്ഞതോ ഇനി പറയാൻ പോകുന്നതിനെ കുറിച്ചല്ല നമ്മൾ വ്യാകുലപ്പെടുന്നത്. അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. അവയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ വർത്തമാനകാലത്തെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചാൽ നമുക്ക് ഈ സന്ദേശങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്താണ് നമുക്ക് ഈ സന്ദർഭങ്ങളോട് പ്രതിനില കൊള്ളാൻ കഴിയുക. എങ്ങനെയാണ് അവയോട് പ്രതിനില കൊള്ളേണ്ടത്? നമുക്കൊരു സന്ദേശം വന്നു, അത് എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞു മാറ്റണം. സന്ദേശം നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്കുള്ള സന്ദേശമാണ്. നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനുസരിച്ചാണ് എന്നതുകൊണ്ടാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മുടെ ശേഷി, ആന്തരിക ശേഷി, നമ്മുടെ സാഹചര്യം, നമ്മുടെ മൊത്തം ഘടനയുണ്ടല്ലോ, നമ്മുടെ അട്രിബ്യൂട്ട്സ്, നമ്മുടെ ഗുണങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ മുന്നിൽ വരുന്ന സന്ദർഭത്തെ, സാഹചര്യത്തെ അനുഭവമാക്കി നമ്മൾ സ്വീകരിക്കുന്നത്. അങ്ങനെ ഒന്ന് നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് ആ സംഭവത്തെ നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഗുണകരമോ ശുഭകരമോ ദുരന്തമോ ശുഭാന്തമോ എന്തോ ആയിക്കോട്ടെ, നമ്മിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞു, അതിനെ നമ്മൾ സ്വീകരിക്കണം. സ്വീകരിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? അതിന്റെ മുകളിൽ തൂങ്ങാതിരിക്കുക, പിടിച്ചു നിർത്താതിരിക്കുക, ആ അനുഭവത്തെ പിടിച്ചു നിർത്താതിരിക്കുക, അതിനെ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. അതെന്തോ ആയിക്കോട്ടെ, അതിങ്ങനെ വന്നു, അതിനെ സ്വീകരിക്കുക, അതിനെ എങ്ങനെ കൊണ്ടുപോകാം. പിന്നെന്താ ചെയ്യുക? അത് ഭൂതകാലത്തേക്ക് പോവുകയാണല്ലോ. വർത്തമാനം കഴിച്ചാൽ പിന്നെ ഭൂതകാലത്തേക്ക് പോവുകയാണല്ലോ. അത് സ്മൃതിയായിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ അനുഭവം എന്ന രീതിയിലോ അതിനെ അക്കൗണ്ട് ചെയ്തിട്ട് അതിനെ കടത്തിവിടുക. അപ്പോൾ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ സ്വീകരിക്കുക, അതിനകത്ത് തൂങ്ങാതിരിക്കുക, അതിനെ എതിർക്കാതിരിക്കുക, അതിനെ കടത്തിവിടുക. ഈ ഒരു സംഭവം ഉണ്ടാകും. അതായത് ഇത്തരമൊരു സ്വീകാര്യത നമ്മളിൽ ഉണ്ടാകുന്ന സമയത്ത്, ഇത്തരമൊരു പ്രതിനില നമ്മൾ സന്ദർഭങ്ങളോട് കാണിക്കുന്ന സമയത്ത് നമ്മൾ പ്രകൃതിയുടെ ആ ഒഴുക്കിനെ എതിർക്കാതെ വരികയാണ്. അതിൽ നമ്മൾ തടസ്സങ്ങൾ ഇടാതെ വരികയാണ്. അതിങ്ങനെ കടന്നു പോകുന്ന സമയത്ത് പ്രകൃതിയുടെ ഒഴുക്കുമായിട്ട് നമ്മൾ ഏകീകരിക്കും. ഈ ഏകീകരണമാണ് പ്രകൃതി നൽകുന്ന നിർദ്ദേശത്തിനുള്ള നമ്മുടെ വഴക്കം. നമ്മുടെ പർപ്പസ് എന്താണെന്നുള്ളത്, നമ്മുടെ ധർമ്മം എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് സമയത്ത് നടപ്പിലാക്കപ്പെടും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യം പോലുമില്ല. ആ സമയത്ത് നമ്മുടെ റിഫ്ലക്സ് എന്നുള്ള രീതിയിൽ ഇത് കൃത്യമായിട്ട് പ്രവർത്തിക്കും. അപ്പോ മനസ്സിലാക്കുക, പ്രകൃതി നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് ഇതാ നീ അത് പോയി ചെയ്യുക എന്നുള്ള രൂപത്തിലൊന്നുമല്ല. പ്രകൃതി നമ്മുടെ അനുഭവങ്ങളുടെയും അനുഭവങ്ങൾ രൂപത്തിലാണ് വരിക. അനുഭവങ്ങൾക്ക് കാരണമാകുന്നത് സംഭവങ്ങളും സന്ദർഭങ്ങളുമാണ്. അപ്പോ ഇത്തരം അനുഭവങ്ങൾ ആവർത്തിച്ചുണ്ടാവുമ്പോൾ അത് നമുക്കുള്ള ഒരു സന്ദേശമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. എടുക്കണമെങ്കിൽ ആദ്യം അതിന് മറ്റൊരു കാര്യം കൂടി, നമ്മുടെ ഇവിടുത്തെ ട്യൂൺ ശരിയാക്കണം. ട്യൂണിങ് ഉണ്ടല്ലോ, റേഡിയോ ട്യൂൺ ചെയ്യുന്നത് പോലെ നമ്മുടെ ട്യൂൺ ശരിയായിരിക്കണം. നമ്മുടെ ട്യൂൺ ശരിയാകണമെങ്കിൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള ശേഷികളെല്ലാം ഉണർന്നിരിക്കണം. ആന്തരികമായിട്ടുള്ള ഇൻബിൽറ്റ് ക്വാളിറ്റി ഉണ്ടാവണം. ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് റിസീവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോ നമുക്കത് ശ്രദ്ധിക്കാൻ കഴിയുന്നു. നമ്മുടെ മുന്നിലേക്ക് സന്ദർഭങ്ങൾ വരുന്നു, അതിനെ നമ്മൾ ശ്രദ്ധയോടെ സാക്ഷിയാവുക, അതിനെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക. അപ്പോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടുന്നത്, എന്താണ് നമ്മളോട് പ്രകൃതി ആവശ്യപ്പെടുന്നത്. ആ സന്ദേശം നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയും. പ്രകൃതി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കുള്ള സന്ദേശം തന്നെയാണ്, ഒരു സംശയമില്ല. അത് കേൾക്കാൻ തയ്യാറാവുക. ആ ആവർത്തനം ഉണ്ടല്ലോ, നമ്മളെ ആവർത്തനങ്ങൾ നമുക്ക് പലപ്പോഴും ബോറടിയാണ്. അങ്ങനെയല്ല, ആവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രകൃതി നമുക്ക് നൽകുന്ന സന്ദേശങ്ങളാണ്. അത് നമ്മൾ കേൾക്കുക, അത് നമ്മുടെ ധർമ്മമായി മാറും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോ ഒരു സംഗീത ഉപകരണം, നമ്മളൊരിക്കൽ ഉപകരണം കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ആൾക്കാർ ഇങ്ങനെ പതുക്കെ വായിക്കാൻ, മീട്ടാൻ തോന്നും. ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് വെച്ചാൽ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് തോണ്ടാൻ തോന്നും, ശബ്ദം വരും.
അപ്പോൾ അത് കണ്ടു, നമുക്ക് ഇഷ്ടമായി, നമ്മളവിടെ വെച്ചു. പക്ഷെ അതിൽ എക്സ്പെർട്ടൈസ് ചെയ്യുന്ന ഒരാൾ, അത് നിയോഗമായിട്ടുള്ള ഒരാൾ എന്താണ് ചെയ്യുക? അതെടുത്തിട്ട് അതിനെ എങ്ങനെയാണോ വായിക്കേണ്ടത് ആ രീതിയിൽ അയാൾ ആവർത്തിച്ച് വായിക്കും. അത് ശരീരം കേൾക്കും, ശരീരത്തിന് അതിന്റെ മുകളിലുള്ള സിദ്ധി ഉണ്ടാവും, ശരീരം അതായിത്തീരും. അതുപോലെ പ്രകൃതി നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്തൂടെ ആവർത്തിച്ച് കടന്നു പോവുക. അത് നമുക്കുള്ള സന്ദേശങ്ങളായിട്ട് നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നമ്മുടെ ജീവിതധർമ്മത്തെ, ജീവിതത്തിന്റെ പർപ്പസിനെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് കഴിയും. ഇത് കേൾക്കാനുള്ള ചെവി ഉണ്ടാവുക, കാണാനുള്ള കണ്ണുണ്ടാവുക എന്നുള്ളതാണ് കാര്യം. അത് നിങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ആ അറിവുമായി നാളെ നമുക്ക് തുറന്നു പഠിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.